ചെറുക്ക ഇതുവരെ കാലിൽ നിന്ന് ഇറങ്ങിയില്ലല്ല. എന്താണ് എന്താണ് പരിപാടി? നമ്മളെ ആ ടാങ്കിലേക്ക് വേണ്ടി ഒരു ടോപ്പ് ഫിൽറ്റർ വാങ്ങിച്ചിരിക്കുകയാണ്. കാരണം ടോപ്പ് ഫിൽറ്റർ വാങ്ങിച്ചതിന്റെ കാരണം നിങ്ങൾക്ക് അറിയായിരിക്കും, പ്രത്യേകിച്ച് പറയണ്ട. ഈ ഓസ്കാർ ഭയങ്കര വേസ്റ്റ് ഉണ്ടാക്കിയാണ്, സഹിക്കാൻ പറ്റണില്ല. അതുകൊണ്ട് അതിന്റെ അകത്ത് വെച്ചാണ് ഇന്റേണൽ ഫിൽറ്റർ അത് എന്നും എടുത്ത് ക്ലീൻ ചെയ്യേണ്ടി വരും. അതുകൊണ്ട് ഒരു 20 വർഷത്തെ ടോപ്പ് ഫിൽറ്റർ വാങ്ങിച്ച് ഒരു ബീഗറിനെയും കൂടെ വാങ്ങിച്ച് അതിന്റെ കൂടെ സ്പോഞ്ച് വറുത്തതും കിട്ടൂല, അതാണ് അതിന്റെ ഒരു കുഴപ്പം. പിന്നെ ഒരു സ്പോഞ്ചും കൂടെ വാങ്ങിച്ചു. നോക്കട്ടെ, എല്ലാം കൂടെ ഒരു കവർ നിറച്ചുണ്ടാ? ഓ, എന്താ ഇത്? എല്ലാം കൂടെ ടോപ്പ് ഫിൽറ്റർ റേറ്റ് വന്നേക്കണ 750 എല്ലാം കൂടെ 1000. ഓസ്കാറും കൂടെ 1050 ഓസ്കാറും കൂടെ. നമുക്കിനി അകത്ത് കൊണ്ട് വച്ചിട്ട് കാണാം. കയ്യിൽ നിക്കണില്ലേ? വെയിറ്റാ 3 കിലോ ആണ്. ഒരു ഭീകരനും കൂടെ ഉണ്ട് താഴെ. നമുക്കിനി എല്ലാം എടുത്ത് വയ്ക്കാം. അപ്പൊ കൂട്ടുകാരെ, നമ്മുടെ ഓസ്കാർ കുട്ടന്മാരുടെ ടാങ്കിന്റെ അവസ്ഥയാണ്. വേസ്റ്റ് ഇങ്ങനെ കിടക്കുകയാണ്, ഫുള്ള് കലങ്ങി. ഇങ്ങനെ കിടന്നു കഴിഞ്ഞാൽ ഈ ഫംഗസ് ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓസ്കാർ ഫിൽറ്ററിന്റെ അവസ്ഥ നോക്കണം. ഇന്റേണൽ ഫിൽറ്റർ ഈ ഓസ്കാർ വളർത്തുന്നവർ ഒരിക്കലും, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഒരു കഴിഞ്ഞ വീഡിയോ പറഞ്ഞാണ് കണ്ട, ഈ ഇന്റേണൽ ഫിൽറ്ററിന്റെ അവസ്ഥ ഉണ്ട്. ഇത് ഒരു ദിവസം കൊണ്ട് ഈ ഫിൽറ്റർ ഇങ്ങനെ അടിഞ്ഞ് ഇത് അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ ഇതില് ഫംഗൽ ഇൻഫെക്ഷൻ വന്ന് നമ്മൾ എത്ര വില കൂടിയ വീണ്ടും വാങ്ങിയിട്ട് കഴിഞ്ഞാലും എന്തൊക്കെ മെഡിസിൻ എടുത്താലും കാര്യമില്ല, മീൻ മരിക്കും. ഇതിന്റെ അവസ്ഥ കണ്ടോ? നമ്മള് ഈ ഇതിന്റെ വേസ്റ്റ് കുറയ്ക്കാൻ വേണ്ടി ഒരു സ്പോഞ്ച് ഫിൽറ്റർ വാങ്ങിയിട്ടായിരുന്നു, ഒരു രക്ഷയില്ല. അതുകൊണ്ടാണ് ഇപ്പൊ നമുക്ക് ടോപ്പ് ഫിൽറ്റർ വാങ്ങി വെക്കാന്ന് കരുതിയത്, അല്ലേ ഉണ്ണി? ഇപ്പൊ നമ്മളെ ടാങ്കിൽ ഒരു വലിയ അരോണ കിടക്കണാണെങ്കിലും അപ്പോ ടോപ്പ് ഫിൽറ്റർ അല്ലെങ്കിൽ എക്സ്റ്റേണൽ ഫിൽറ്റർ വേണം, അല്ലെങ്കിൽ 4000 രൂപന്റെ മീൻ ചത്തിട്ട് അവസാനം നമ്മളെ പറയില്ല. അപ്പൊ കൂട്ടുകാരെ, ഈ ഓസ്കാർ ബീഗറിനെ നമുക്ക് അതിന്റെ അകത്ത് ഇടാൻ അത്യാവശ്യം വലുതാണ്. അതിന്റെ അകത്ത് ഇടാം. അതിന് ബ്ലാക്കിന് കൂട്ട് ആരും ഇല്ലായിരുന്നു, ഇപ്പൊ ബ്ലാക്കിന് പുതിയൊരു കൂട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പൊ ഇതില് രണ്ടും കൂടെ 800 രൂപന്റെ മീൻ കിടപ്പുണ്ട്, 400. അപ്പൊ കൂട്ടുകാരെ, നമ്മളുടെ ഓസ്കാർ ബീഗറിനെ അതിന്റെ അകത്ത് ഇട്ടിരിക്കുകയാണ്. ഇത് ഈ ടാങ്ക് എല്ലാം ക്ലിയർ അല്ലേ? നമുക്ക് അപ്പൊ ഇതിന്റെ അകത്ത് നമ്മളൊരു 7 ഇഞ്ചിന്റെ 3 ഓസ്കാർ വാങ്ങിക്കണ വീഡിയോ ഉടനെ വരുന്നതായിരിക്കും. ഒരു എക്സ്റ്റേണൽ ഫിൽറ്റർ ആയിരിക്കും, എല്ലാം ഉടനെ വരുന്നതായിരിക്കും. കാനിസ്റ്റർ ഫിൽറ്റർ അല്ലേ? ഒരു മാസം വേണ്ട, ഒരു 2-3 ആഴ്ചക്കുള്ളില് ഫുള്ള് ഓസ്കാർ വാങ്ങിച്ച് എല്ലാം സെറ്റ് ആക്കണ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മുടെ വേസ്റ്റ് മാത്രം ഒന്ന് പതുക്കെ മാറ്റാം. കാര്യം ഈ വേസ്റ്റ് മാത്രം എടുക്കുക. കൂടെ കുറച്ച് വെള്ളം മാറ്റുമല്ലേ? കുറച്ച് വെള്ളം വേസ്റ്റ് അങ്ങ് മാറ്റിയേക്കും, അല്ലെങ്കിൽ വെള്ളം മൊത്തം മാറ്റേണ്ട ആവശ്യമില്ല. എന്താ വേസ്റ്റ് മൊത്തം കയറി വരുന്നുണ്ടല്ലോ. ഇതുപോലെയാണ് നമ്മുടെ ടോപ്പ് ഫിൽറ്ററും വേസ്റ്റ് ക്ലീൻ ചെയ്യണത് അല്ലേ? സെയിം മെത്തേഡ് തന്നെ, അതുപോലെ വലിച്ചിങ്ങനെ എടുക്കും. ഓസ്കാർ കിടക്കണോണ്ട് വേസ്റ്റ് ക്ലീൻ ചെയ്യാൻ പറ്റുന്നില്ല. കൂട്ടുകാരെ, ഇതിന്റെ അഴുക്കാണ്, ഛർദിക്കാൻ വരുന്നത്. അതാണ് ഞാൻ ഇങ്ങനെ നോക്കാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഒരു ദിവസത്തെ അഴുക്കാണ്. നിങ്ങൾക്ക് ചിലപ്പോ ഛർദിക്കാൻ വരുന്നു. ആഹാരം കഴിക്കണ ദയവ് ഇത് ഇങ്ങനെ കാണരുത്. ആഹാരം കഴിച്ചു കഴിഞ്ഞിട്ട് കാണണം. ആഹാരം കഴിച്ചോണ്ടിരിക്കുമ്പോ ഛർദിക്കാൻ വരും. ഉള്ളു മാറ്റാം ഉഷൊക്കെ. അപ്പൊ ഇനി നമുക്കിത് അപ്പുറത്തെ അച്ചാമ്മേന്റെ വീട്ടിലൊരു ടാങ്ക് ഉണ്ട്, അല്ലേ അച്ഛാ? അതിൽ വയ്ക്കാം. രണ്ടാമത്തെ ഭീകരൻ ഓസ്കാറിനെ വെട്ടിയെന്നല്ല, കവറ് വെട്ടി. നല്ല ഭംഗിയുണ്ട്. ഒന്ന് പറഞ്ഞൂടാ, കണ്ടറിയാം. അപ്പോ ഒരു സൈഡിൽ കൂടിയിട്ടുണ്ട്. ഓക്കെയാണ് എങ്ങനെയൊക്കെ കടിക്കാന്ന്.
കണ്ടറിയാം എല്ലാം കൂടെ കൂടി നിക്കണ്. എല്ലാം കൂടെ എടുത്തിട്ട് കടിക്കാതിരുന്ന കൊള്ളാം. ഭാഗ്യം. ഇനി നമുക്ക് ഫിൽറ്റർ ഫിറ്റ് ചെയ്യാം. നാലും കൂടെ ഒരുമിച്ചായ ആഹാ ജാതക്ക് പോണു. അമ്മ കടിക്കൂ. അപ്പൊ കൂട്ടുകാരെ നമ്മളുടെ ഫിൽറ്റർ പൊട്ടിക്കാൻ പോവുകയാണ്. ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇതിന്റെ അകത്ത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മളെ ഫിൽറ്റർ പൊട്ടിക്കാൻ പോവുകയാണ്. ടേപ്പ് കുടുങ്ങി. ടേപ്പിന് പൊട്ടിക്കാൻ നമുക്ക് ഫിൽറ്റർ നമ്മളെ നല്ലവണ്ണം ക്ലീൻ ചെയ്യും. അതാണ് പർപ്പസ്. ഇതെല്ലാം കൂടെ നമ്മളെ ഐറ്റം ഇതാണ് നമ്മുടെ സാധനം ഐറ്റം ഫിൽറ്റർ. ഇതിന്റെ കൂടെ ഇതൊക്കെ എവിടെയൊക്കെയാണ്. ഇതാണ് ഇതിന്റെ ഇത് നമ്മളിതാ ഇവിടെ വെക്കണം. മറ്റേ ഇതൊന്നും കേറായിരിക്കും. അത് ഇതിന്റെ അകത്താണ് നമ്മുടെ പഞ്ഞി വെട്ടിയിടണത്. ഇതിന്റെ അകത്ത് വെക്കണം. അതിനോട് ഇതിന്റെ അകത്താണ്. അച്ഛനെല്ലാം അറിയാം. ഇനി ഇതിന്റെ അകത്ത് വെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നല്ലോ. ഇവിടെ ഇങ്ങനെ. ഓ മനസ്സിലായി. ഇവിടെ വെക്കുന്ന ഒരു സാധനം ഉണ്ടായിരുന്നു. അല്ല ഇങ്ങനെ തന്നെ. ഇങ്ങനെയല്ലേ തിരിച്ചച്ച. ഇവിടെ നമ്മള് പഞ്ഞി വയ്ക്കും. ഓ ഇത് പൈപ്പ് ഹോൾഡ് ചെയ്യാൻ വേണ്ടിയുള്ള അല്ലേ. ഇങ്ങനെ കൊടുക്കുമല്ലേ. ഇങ്ങനെ കൊടുത്തിട്ട് പഞ്ഞി വയ്ക്കും. മറ്റേത് ബാക്കിൽ കൊടുക്കും. പഞ്ഞിയുടെ മൂക്കിലാണ്. ഇവിടെ കൂടെ അല്ലേ വെള്ളം പറഞ്ഞ. അതെന്തോ സാധനം ഉണ്ടെന്നല്ലോ ഇവിടെ. അപ്പൊ ഇതില് ഇനി പഞ്ഞി സെപ്പറേറ്റ് വാങ്ങണം. അപ്പൊ പഞ്ഞി വാങ്ങി. ഇതാണ് നമ്മുടെ പഞ്ഞി. 100 രൂപയാണ് ഈ പഞ്ഞിക്ക്. ഇപ്പൊ നമുക്ക് ബയോബോൾസ് വേണമെങ്കിൽ വെച്ചാൽ ബയോബോക്സ് വെച്ചാൽ കുറച്ചും കൂടെ ക്ലീൻ ആയിരിക്കും. ചിലപ്പോൾ നമ്മളിന്ന് വാങ്ങിക്കും. അപ്പോൾ നമുക്കിത് ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനത്തെ ഇതായിട്ട്. അപ്പോൾ കൂട്ടുകാരെ ഇതാണ് പഞ്ഞി. അപ്പോൾ ഇത് നമ്മൾ ഇത്രയും കട്ടിക്കല്ലേ കട്ട് ചെയ്യണ്ട. കട്ടിക്ക് ഇത്രയും കട്ടിക്ക് കട്ട് ചെയ്യട്ടാ. കട്ടി കുറയ്ക്കണ്ട. അത് നോക്കി. അവിടെ ഒന്നുമില്ല. മൊബൈലൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കാം. മൊബൈൽ ഫോൺ കട്ട് ചെയ്ത്. ഇപ്പൊ കൂട്ടുകാരെ നമ്മളിതാ അങ്ങനെ ഇത് നമ്മൾ 2 ലെയർ പഞ്ഞി ഇട്ടു. ഇപ്പൊ ഇതിനി അതിന്റെ അകത്ത് നമ്മള് വയ്ക്കാൻ പോവുകയാണ്. ഇത് അതിന്റെ അത് വേണമെങ്കിൽ നമുക്ക് പിന്നെ ചെയ്ടാം. അത്യാവശ്യമില്ല. അടപ്പ് ഇങ്ങനെ അങ്ങ് വരും. അടപ്പ്
ജസ്റ്റ് എന്ന് പറഞ്ഞാണ് ഇതിന്റെ ബോണില് എന്നുവെച്ചാ അങ്ങനെ അടച്ച് ആ ഇപ്പൊ ഇരുന്ന് അങ്ങനെ തന്നെ അല്ലേ? സെറ്റ് ചെയ്താൽ മതിയല്ല. അപ്പൊ കൂട്ടുകാരെ നമ്മളിതാ മണ്ണ് കലങ്ങാതിരിക്കാൻ വേണ്ടി കല്ല് വെച്ചിരിക്കുന്നു. ഇതിന്റെ അമ്മായി സ്പോർട്സ് കാരണം ഇതൊക്കെ കലങ്ങണം. അപ്പൊ കല്ല് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മള് എന്തായാലും മണ്ണ് ഇടുമല്ലോ, പിന്നെ കുഴപ്പമില്ല. അപ്പൊ ഇതിനെ ഓൺ ചെയ്ത് പവർ നോക്കാം. കുഴപ്പമില്ല, ഒരു ഭംഗിയുണ്ട് കേട്ടോ കല്ലങ്ങനെ വെച്ചേക്കുന്നത്. അപ്പൊ ക്ലിയർ ആയിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ട്. അപ്പോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. എല്ലാവർക്കും എക്സോട്ടിക് പെറ്റിന്നാണ് വാങ്ങിയത്. സ്ഥലം വരുന്നത് ഇവിടെ പട്ടത്താണ് വരുന്നത്. ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. വൈകിട്ടായി ഇനി കുറെ പരിപാടികളുണ്ട്. അപ്പോ ചാച്ച ഇതിന്റെ വീഡിയോ പിന്നെ ഇനി വരുന്നതായിരിക്കും. അപ്പൊ ചാച്ച ബൈ ബൈ. ഓക്കെ, സീ യു. വൈൻഡ് അപ്പ്.